നമസ്കാരം. ഒരൊറ്റ സിനിമ മലയാളം ഫിലിം ഇൻഡസ്ട്രിയുടെ ഗതി മാറ്റിയിട്ടുണ്ടെങ്കിൽ അതേതാകും? സംശയമേതുമില്ലാതെ പറയാം, 2013 പുറത്തിറങ്ങിയ മോഹൻലാൽ ജിത്തു ജോസഫ് കൂട്ടുകെട്ടിലൊരുങ്ങിയ ദൃശ്യം. ഏറ്റവും കൂടുതൽ ഭാഷകളിൽ റീമേക്ക് ചെയ്ത ഇന്ത്യൻ സിനിമകളിൽ മുൻപന്തിയിലാണ് ദൃശ്യത്തിന് സ്ഥാനം. ലോകോത്തരം എന്ന് വിശേഷിപ്പിക്കാവുന്ന കഥയും തിരക്കഥയും, പ്രേക്ഷകനെ പിടിച്ചിരുത്തിയ സംവിധാന മികവ്, എല്ലാറ്റിലും ഉപരിയായി മോഹൻലാൽ എന്ന മഹാനടന്റെ അസാധ്യ പ്രകടനം ദൃശ്യം ലോക സിനിമയിലെ ചർച്ചകളിൽ വരെ ഇടം പിടിച്ചു. ദേശീയ അന്തർദേശീയ തലത്തിൽ മലയാള സിനിമയുടെ പെരുമ എത്തിച്ച സിനിമയുടെ രണ്ടാം ഭാഗവും വലിയ രീതിയിൽ ചർച്ചകളിൽ നിറഞ്ഞു. തിയേറ്ററിൽ ആഘോഷമാക്കാൻ കാത്തിരുന്ന പ്രേക്ഷകർക്ക് സങ്കടം നൽകി OTT-യിലൂടെയാണ് ദൃശ്യം 2 പക്ഷേ എത്തിയത്. മലയാള സിനിമാ ലോകത്തെ OTT പ്ലാറ്റ്ഫോമിൽ സജീവമാകാൻ പ്രേരിപ്പിച്ചത് ഈ സിനിമയിലൂടെയായിരുന്നു. ആഗോളതലത്തിൽ തന്നെ ദൃശ്യം 2 എത്തിപ്പെട്ടു. വലിയ പ്രശംസ നേടിയ ദൃശ്യം 2 ഭാഷയുടെ അതിർവരമ്പുകൾ പിന്നിട്ട് അതിവേഗം ശ്രദ്ധയാകർഷിച്ചു. ഇന്ത്യയിലെ ഒട്ടുമിക്ക ഭാഷകളിലും ഇതും റീമേക്ക് ചെയ്യപ്പെട്ടു. ദൃശ്യം 1ഉം 2ഉം വലിയ ഹിറ്റായതോടെ സ്വാഭാവികമായും ഉയരുന്ന ചോദ്യമായിരുന്നു, ദൃശ്യം 3 ഉണ്ടാകുമോ? ഉണ്ടാകുമെങ്കിൽ അതെന്നാകും എന്ന്. പലവിധ അഭ്യൂഹങ്ങൾക്കിടെയായിരുന്നു മോഹൻലാൽ ആ ഒരു സർപ്രൈസ് പൊളിച്ചത്. ദൃശ്യം 3 സംഭവിക്കുമെന്ന് പറഞ്ഞ ജിത്തു ജോസഫുമായി 1 വർഷം മുൻപിട്ടൊരു ഇൻസ്റ്റഗ്രാം പോസ്റ്റ് വലിയ വാർത്തയായി. ഇതിനുശേഷം അപ്ഡേറ്റുകളൊന്നും ഉണ്ടായില്ല. വീണ്ടും സസ്പെൻസ് നിറയുന്നു. ഇതിനിടയിലാണ് B-ടൗണിൽ നിന്ന് ആ ഞെട്ടിക്കുന്ന വാർത്ത എത്തുന്നത്. ഒറിജിനൽ, അതായത് മലയാളം ദൃശ്യത്തിൻ്റെ 3ാം ഭാഗം തിയേറ്ററിൽ എത്തുന്നതിന് മുൻപേ അജയ് ദേവ്ഗണിൻ്റെ ഹിന്ദി പതിപ്പ് റിലീസ് ചെയ്യുമെന്ന്. 2026 ഒക്ടോബർ 2-ന്, അതായത് ഗാന്ധി ജയന്തി ദിവസം ചിത്രം റിലീസ് ചെയ്യുമെന്നാണ് അറിയിച്ചത്. ജിത്തു ജോസഫ് സിനിമയുടെ പ്രാരംഭഘട്ടത്തിൽ പോലും എത്താത്ത സമയത്തായിരുന്നു ഇതെന്ന് ഓർക്കണം. പാനോരമ സ്റ്റുഡിയോസിൻ്റെതായി പുറത്തു വന്നിട്ടുള്ള ലെറ്ററിൽ നിന്നാണ് ഈ വാർത്ത സമൂഹ മാധ്യമങ്ങളിലടക്കം നിറഞ്ഞത്. പതിവ് പോലെ മലയാളം ദൃശ്യം റിലീസ് ചെയ്തതിന് ശേഷം ഒരു റീമേക്ക് പ്രതീക്ഷിച്ചിരുന്നപ്പോഴാണ് ഹിന്ദി പതിപ്പ് ആദ്യം എത്തുമെന്ന വാർത്ത വരുന്നതും. എന്നാൽ ആശങ്കകൾക്കും ഒരുപാട് ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരമാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് മലയാളികൾക്ക്. ദൃശ്യം സിനിമ പരമ്പരയിലെ 3ാം ചിത്രം അണിയറയിൽ ഇറങ്ങുന്നു എന്ന സൂചന സംവിധായകൻ തന്നെ തൻ്റെ ബ്രില്യൻസിലൂടെ അറിയിച്ചിരിക്കുകയാണ്. ഇൻസ്റ്റഗ്രാമിലൂടെ പങ്കുവച്ച സ്റ്റോറിയിലൂടെയാണ് ആരാധകർക്ക് ദൃശ്യം 3യുടെ സൂചന ജിത്തു ജോസഫ് നൽകിയിരിക്കുന്നത്. കോഫി ടൈം എന്ന ക്യാപ്ഷനിൽ ഇൻസ്റ്റഗ്രാമിൽ പങ്കിട്ട ചിത്രമാണ് ജിത്തു പങ്കുവച്ചത്. അതിനൊപ്പം അരികിലിരിക്കുന്ന ഒരു കടലാസിൽ ജോർജ് കുട്ടിയുടെ വീട് എന്ന് എഴുതിയിരിക്കുന്നത് കൃത്യമായി കാണാം. തിരക്കഥാ രചനയിലാണ് രംഗം നടക്കുന്ന സ്ഥലം ഇങ്ങനെ എഴുതി വെക്കാറുള്ളത്. ദൃശ്യം 3യുടെ വരവിനുള്ള സൂചന തന്നെ ഇതെന്ന് ആരാധകർ ഉറപ്പിച്ചു. ഒറിജിനൽ ദൃശ്യത്തിന് മുൻപേ ഹിന്ദി പതിപ്പ് റിലീസ് ചെയ്യുമെന്ന പ്രതീക്ഷയിൽ ആരാധകർ ഇരിക്കുമ്പോഴാണ് മലയാളം ഒപ്പത്തിനൊപ്പം ഉണ്ടെന്ന സൂചന സംവിധായകൻ വെളിപ്പെടുത്തുന്നത്. ദൃശ്യം 3 ഇറങ്ങുമെന്ന് കൊട്ടിഘോഷിച്ച ബോളിവുഡ് ടീമിന് മുന്നിൽ വെറുമൊരു തുണ്ട് കടലാസിലൂടെ മറുപടി കൊടുത്തതാണോ എന്ന് തോന്നിപ്പോകും ജിത്തു ജോസഫിൻ്റെ ഈ ഒരു ഇൻസ്റ്റഗ്രാം പോസ്റ്റ്. ഏതായാലും വാർത്താലോകം ആഘോഷിക്കുകയാണ് ജിത്തുവിൻ്റെ പോസ്റ്റും ദൃശ്യം 3യുടെ വരവും. ദൃശ്യം 3 അണിയറയിലുണ്ട് എന്ന വിവരം 1 വർഷം മുൻപേ മോഹൻലാൽ അടക്കം സൂചിപ്പിച്ചിരുന്നുവെങ്കിലും മോഹൻലാലിൻ്റെ വരാനിരിക്കുന്ന ലൈനപ്പുകളിലൊന്നും ചിത്രത്തിനെക്കുറിച്ച് ഒട്ടും ഒരു രീതിയിലും ഒരു ചർച്ചകളും വന്നിരുന്നില്ല. ഇപ്പോൾ മോഹൻലാലിൻ്റെയും അജയ് ദേവ്ഗണിൻ്റെയും ദൃശ്യം പതിപ്പുകളുടെ കഥയൊന്നാണോ, ഒരുമിച്ചാണോ റിലീസ് എന്നൊക്കെയുള്ള സംശയത്തിലാണ് ആരാധകർ. എന്നാലും മഹാനടൻ മോഹൻലാൽ വിളയാട്ടത്തിന് വീണ്ടും കാത്തിരിക്കുകയാണ് മലയാള സിനിമാ പ്രേമികൾ.